നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞതെങ്കിലും നരേന്ദ്രമോദിയെ പേടിക്കുന്ന പിണറായിക്ക് സ്റ്റാലിനൊപ്പം പോകാൻ ധൈര്യമില്ല. പിണറായി സമരത്തിന് പോകില്ലെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പിണറായിക്ക് മേൽ സമ്മർദ്ദമുണ്ടെങ്കിലും മാറിയ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പിണറായിക്ക് ഭയമാണ്. ചെന്നൈയിലെ പ്രതിഷേധ സംഗമത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. കേന്ദ്രത്തിനെതിരെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരുന്നു. ഇത് തനിക്കുള്ള കുരുക്കാണെന്ന് പിണറായി മനസ്സിലാക്കി. കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സിംഹക്കൂട്ടിൽ പിണറായി അകപ്പെടില്ല. മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന എം.കെ. സ്റ്റാലിന്റെ ആവശ്യം ന്യായമെന്നാണ് CPM അഭിപ്രായം. അന്തിമ തീരുമാനം അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമാകണമെന്നാണ് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞത്. ഈ മാസം 22-നാണ് ചെന്നൈയിൽ DMK സംഘടിപ്പിക്കുന്ന യോഗം. അതേസമയം എം.കെ. സ്റ്റാലിന്റെ ഇടപെടൽ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള നീക്കം എന്ന വിലയിരുത്തലാണ് AICC. യോഗത്തിന് ക്ഷണം ലഭിച്ച രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഹൈക്കമാൻഡ് തീരുമാനം കാക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസ് വടക്കേ ഇന്ത്യക്ക് എതിരെന്ന പ്രചാരണം BJP ഉയർത്താനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താകും AICC തീരുമാനമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചു. ദില്ലി തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നിരയെ ഒന്നിപ്പിക്കാനുള്ള സ്റ്റാലിന്റെ നീക്കങ്ങൾ ദില്ലിയിലെ പാർട്ടി നേതൃത്വങ്ങൾ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. എന്നാൽ സ്റ്റാലിന്റെ നീക്കങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങുമെന്നാണ് AICC വിലയിരുത്തൽ. പാർലമെന്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ 22-ന് ചെന്നൈയിൽ നടത്തുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തമിഴ്നാട് IT മന്ത്രി നേരിട്ടെത്തിയാണ് സ്റ്റാലിന്റെ കത്ത് കൈമാറിയത്. സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കണമെന്നാണ് താല്പര്യം പ്രകടിപ്പിച്ചാണ് സ്റ്റാലിന്റെ കത്ത്. സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ പിണറായി അറിയിച്ചു. ഏകപക്ഷീയമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ യോജിച്ച നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് മുഖ്യമന്ത്രിമാർക്കാണ് സ്റ്റാലിൻ കത്ത് നൽകിയത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി തേടിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിർത്തി പരിധി നിർണയം ഫെഡറലിസത്തിനെതിരായ ആക്രമണമാണെന്നും പാർലമെന്റിൽ നമ്മുടെ ന്യായമായ ശബ്ദം ഇല്ലാതാക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്റ്റാലിനും സർക്കാരും കേന്ദ്രത്തിന്റെ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെയും അതിർത്തി നിർണയത്തെയും ശക്തമായി എതിർക്കുകയാണ്. രണ്ടും ആവശ്യമില്ലെന്നും ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തിനും തമിഴ് ജനതയ്ക്കും ഭാഷയ്ക്കും നേരെയുള്ള ആക്രമണമാണിതെന്നും തമിഴ്നാട് സർക്കാർ വാദിക്കുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ത്രിഭാഷാ ഫോർമുലയും ഒരു വിദ്യാർത്ഥിയെയും ഹിന്ദി പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഹിന്ദി നയം അടിച്ചേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം സ്റ്റാലിന്റെ അവകാശവാദങ്ങൾ എതിർക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു ദോഷവും വരുത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ കേന്ദ്രം വഴിതിരിച്ചുവിടുകയും ചെയ്തു. 2002-ൽ BJPയുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാസാക്കിയ ഭേദഗതി പ്രകാരം 1976-ന് ശേഷമുള്ള അതിർത്തി നിർണയ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടി. നിലവിലെ ഡാറ്റ പ്രകാരം പരിധി നിർണയത്തിനുള്ള കേന്ദ്രത്തിന്റെ പദ്ധതി പ്രകാരം ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാം. അതേസമയം BJP ഭരിക്കുന്ന വടക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ വർധനവ് കാരണം കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും സ്റ്റാലിൻ കത്തിൽ പറയുന്നു. സ്റ്റാലിൻ എന്ന് കേട്ടാൽ മിന്നൽ പിണറായി മടിക്കുത്തഴിച്ച് തൊഴുതു നിൽക്കുമെന്ന് തമിഴകത്തുകാർ പറയുന്നത് വെറുതെയല്ല. തമിഴകത്തരുടെ ഒരു സ്വന്തം പരിപാടിക്ക് കേരളം തുറന്നു കൊടുത്തെന്ന് മാത്രമല്ല, സ്റ്റാലിനെ പേടിച്ച് പിണറായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തന്ത്രപരമായ ഒരു അധികാരം കൂടി തമിഴ്നാടിന് വിട്ടുകൊടുത്തത് മാസങ്ങൾക്ക് മുമ്പാണ്. തമിഴ്നാട് ജലമന്ത്രി ദുരൈമുരുകൻ തമിഴ്നാട് നിയമസഭയിൽ മീശ മുറുക്കിയപ്പോഴാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നമ്മുടെ മുഖ്യമന്ത്രി പനിച്ചു വിറച്ചത്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയതാണ് ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചത്. വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാനിരിക്കുകയായിരുന്നു അപ്രതീക്ഷിത നടപടി. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ തമിഴ്നാട് നിയമസഭയെ അറിയിച്ചതിന് പിന്നാലെയാണ് പിണറായിക്ക് മനംമാറ്റമുണ്ടായത്. സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുമ്പ് തന്നെ അനുമതി നൽകിയാണ് കേരള സർക്കാരിന്റെ സഹകരണം.
സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്നായിരുന്നു കേരളം സ്വീകരിച്ചു വന്ന നിലപാട്. ഇതിലാണ് മാറ്റം വന്നത്. ഇതോടെ കേരളത്തിന്റെ വാദം സുപ്രീം കോടതിയിലും ദുർബലമാകും. തമിഴ്നാട് ഔദ്യോഗികമായി അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 7 പ്രവർത്തികൾക്കാണ് നിബന്ധനകളോടെ ജലവിഭവ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ജോലികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യത്തിലാകണമെന്നും ഉത്തരവിൽ പറയുന്നു. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ വന നിയമങ്ങൾ പാലിക്കണം. നേരത്തെ കേരളത്തിന് അനുമതി തേടാതെയായിരുന്നു അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന്റെ നീക്കം. ഇത് കേരളം തടഞ്ഞിരുന്നു. കഴിഞ്ഞ ഡിസംബർ 4-നാണ് 2 ലോറികളിലായി മണൽ കൊണ്ടുവന്നത്. ദിവസങ്ങളോളം വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കാത്തുകിടന്ന 2 ലോറികളും കേരളം തടഞ്ഞതിനാൽ മണൽ മറ്റൊരിടത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടത്തിയില്ല. വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരകം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുത്തു. കുമരകം ലേക്ക് റിസോർട്ടിലാണ് ഇരുവരും തങ്ങിയത്. സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള തമിഴ്നാട് നീക്കത്തിൽ കേരളം എതിർപ്പ് അറിയിച്ചതേയില്ല. സ്റ്റാലിനും പിണറായി മണിക്കൂറുകൾ ഒരുമിച്ചുണ്ടായിട്ടും ഇക്കാര്യം മിണ്ടിയതേയില്ല. കേരളത്തിന്റെ എതിർപ്പിൽ നേരത്തെ തള്ളിയ പദ്ധതി 17-ന് ചേരുന്ന ദേശീയ ജലവികസന ഏജൻസിയുടെ പ്രത്യേക സമിതി അജണ്ടയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മന്ത്രിസഭയിൽ ഈ വിഷയം ഉയർന്നത്. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ച നടത്തുമോ എന്നൊരു മന്ത്രി ചോദിച്ചു. എന്നാൽ വിഷയം അജണ്ടയിൽ ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കേരളവുമായി തമിഴ്നാട് നല്ല ബന്ധമാണ് പുലർത്തുന്നതെന്നും ബന്ധം മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലയിൽ 2004 ഹെക്ടർ വനഭൂമി വെള്ളത്തിനടിയിലാകുമെന്ന് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാനം രാഷ്ട്രീയ എതിർപ്പ് ഉയർത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ കേരള രാഷ്ട്രീയ എതിർപ്പിലേക്ക് പോകില്ലെന്നാണ് സൂചന. എന്നാൽ പദ്ധതി സംബന്ധിച്ച് ഉദ്യോഗസ്ഥതല ഇടപെടൽ നടത്തിയേക്കും. ഇക്കാര്യം മന്ത്രിസഭയിൽ വന്നതുമില്ല. പമ്പ അച്ചൻകോവിൽ നദികളിലെ വെള്ളം 2 അണക്കെട്ടുകളും ടണലുകളും നിർമ്മിച്ച് വൈപ്പാർ നദീതടത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതിക്കായി തമിഴ്നാട് ഏറെക്കാലമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിലും കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് അംഗീകരിക്കാതിരുന്നത്. 2 നദികളിൽ നിന്നും പ്രതിവർഷം 63.4 ഘനമീറ്റർ വെള്ളം തമിഴ്നാട്ടിൽ എത്തിക്കുന്നതാണ് പദ്ധതി. അച്ചൻകോവിലിൽ മാത്രം 1545 ഹെക്ടർ വനഭൂമി വെള്ളത്തിൽ മുങ്ങും. കുട്ടനാടിനും കടുത്ത ഭീഷണി വന്നു ചേരും. എന്നിട്ടും തമിഴ്നാടിന് വേണ്ടി കേരള മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. സംയോജന പദ്ധതിയെ കേരളം ശക്തമായി എതിർക്കണമെന്നാണ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ആവശ്യപ്പെട്ടത്. ദേശീയ ജലവികസന ഏജൻസിയുടെ നദീ സംയോജന പദ്ധതികളുടെ പ്രത്യേക സമിതി യോഗത്തിന്റെ അജണ്ടയിൽ പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജനം ഉൾപ്പെടുത്തിയത് ശരിയായ നടപടിയല്ല. പമ്പയും അച്ചൻകോവിലാറും കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകുന്ന നദികളാണ്. 63.4 കോടി ഘനമീറ്റർ വെള്ളം തമിഴ്നാട്ടിലേക്ക് ടണൽ വഴി തിരിച്ചുവിടുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. ഇത് അന്തർ സംസ്ഥാന നദിയല്ല, ജലസംസ്ഥാന പട്ടികയിലുള്ളതാണ്. 2000-ലധികം ഹെക്ടർ വനഭൂമി വെള്ളത്തിനിടയിലാകും. ശുദ്ധജല തടാകമായ വേമ്പനാട്ട് കായലിൽ ഓരുവെള്ളത്തിന്റെ കടന്നുകയറ്റം രൂക്ഷമാകും. കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ ദുരിതം ഇരട്ടിയാകും. പമ്പ കല്ലാറിൽ 150 മീറ്ററും അച്ചൻകോവിൽ കല്ലാറിൽ 150 മീറ്റർ ഉയരമുള്ള അണക്കെട്ടുകളും അച്ചൻകോവിൽ ആറ്റിൽ വേറെ മിനി ഡാമും നിർമ്മിച്ച് ടണൽ വഴി തിരിച്ചുവിടുന്നതാണ് പദ്ധതി. കേരളത്തോട് ആലോചിക്കാതെ അജണ്ട പോലും നിശ്ചയിച്ചത് ശരിയായ നടപടിയല്ല. മാത്രമല്ല, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം എന്നതാണ് കേരളം കുറച്ചു കാലമായി തന്നെ ആവശ്യപ്പെടുന്ന കാര്യം. എന്നാൽ ഈ ആവശ്യത്തെ തമിഴ്നാട് നഖശിഖാന്തം എതിർക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രശ്നത്തിലെ പരിഹാരം നീണ്ടുപോകുന്നത്. ഇതിനിടെ വിഷയം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും താല്പര്യമുള്ള മാർഗം ടണൽ നിർമ്മിക്കലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത് മുല്ലപ്പെരിയാർ സമരസമിതിയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നിരവധി സമരങ്ങളും നടത്തിയിരുന്നു. അടുത്തിടെ നടത്തിയ അനിശ്ചിതകാല ഉപവാസ സമരവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 2014 സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് 50 അടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് 4 കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നതാണ് ആവശ്യം. കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട വിധത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടുമില്ല. ഇതിനിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. കേരളവും തമിഴ്നാട് സംബന്ധിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സംബന്ധിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകി. ഈ ആവശ്യം ഉന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിരിക്കുന്നത്. പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സൗകര്യമൊരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കും. ഈ വിഷയത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയിലെത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്നാണ് വ്യക്തമാക്കുന്നത്.
ഈ വിഷയത്തിൽ ഇനി വേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നതാണ്. വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ടണൽ നിർദ്ദേശമടക്കം ഭാവിയിൽ ഇരു സംസ്ഥാനങ്ങളും ചർച്ച ചെയ്താൽ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായി മാറും. നേരത്തെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മെട്രോമാൻ E ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശവും ടണൽ എന്നതായിരുന്നു. റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ബദൽ നിർദ്ദേശവുമായി E ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയത്. തുരങ്കം നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ല, ബലപ്പെടുത്തിയാൽ 50 വർഷത്തേക്ക് ഭീഷണിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള നിർദ്ദേശമാണ് E ശ്രീധരൻ മുന്നോട്ട് വെച്ചത്. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് E ശ്രീധരൻ പറഞ്ഞു. ഡാം നിർമ്മാണം ചിലവേറിയതാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. E ശ്രീധരനും ടണൽ നിർമ്മാണത്തെ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ചതോടെ ടണൽ ആവശ്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും. കേന്ദ്ര ജലവകുപ്പും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ടണലിൽ പ്രായോഗിക വഴികളാണ് ഇരുകൂട്ടരെ തേടേണ്ടത്. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഈ ആവശ്യത്തെ തമിഴ്നാട് എതിർക്കുകയും ചെയ്യുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് 7 വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത്. എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി. പരിസ്ഥിതി ആഘാത പഠനം, വനം, വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത്. പുതിയ അണക്കെട്ടിനായി DPR തയ്യാറാക്കുന്നത് 2ാം തവണയാണ്. ആദ്യ DPR 2011 തയ്യാറാക്കിയപ്പോൾ 600 കോടി രൂപയായിരുന്നു ചിലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമ്മളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇവിടെ നിന്നും 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിന്റെ വെള്ളത്തിനു വേണ്ടി കോഴ കൊടുക്കാൻ കോടികളാണ് തമിഴ്നാട് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇത് ശരിയാണെങ്കിൽ പിണറായി സ്റ്റാലിൻ കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. 2 മുഖ്യമന്ത്രിമാർ എന്തിനായിരിക്കും ഒരേ സ്ഥലത്ത് താമസിച്ചത്? അതിൽ അയൽബന്ധം മാത്രമാണ് ഉള്ളത്. തന്റെ സംസ്ഥാനത്തിന് വേണ്ടി കരുതലോടെ നേടിയെടുക്കാൻ സ്റ്റാലിൻ അറിയാം. അതാണ് ചെന്നൈയിലെ സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളിൽ നമുക്ക് ഒട്ടും താല്പര്യമില്ല എന്നതാണ് സത്യം. പിണറായി കേരള മുഖ്യമന്ത്രിയായി തുടർന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ താല്പര്യങ്ങളും തമിഴ്നാടിനെ തീറെഴുതും. മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ലെന്നാണ് പിണറായി ആവർത്തിക്കുന്നത്. ഡാമിന് സമീപമുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. 130 വർഷം പഴക്കമുള്ള ഡാമാണത്. പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയും? ഇതാണ് കേരളം അനുഭവിക്കുന്ന ദുരന്തം. എന്നിട്ടും സ്റ്റാലിന് മുന്നിൽ പിണറായി തൊഴുതു നിൽക്കുന്നു. പിണറായിയും കേന്ദ്രത്തെയും തമ്മിൽ തെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPM നേതാക്കളാണ് സ്റ്റാലിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ പിണറായി അല്ലേ മോൻ, എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം.